ട്രംപ് പുടിൻ ചർച്ചയ്ക്ക് പിന്നാലെ റഷ്യൻ എണ്ണ വീണ്ടും വാങ്ങി ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ. റഷ്യയിൽ നിന്ന് വീണ്ടും എണ്ണ വാങ്ങി രാജ്യത്തെ പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ. സെപ്റ്റംബർ ഒക്ടോബർ മാസം ഡെലിവറി നടത്താനായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം എന്നീ കമ്പനികളാണ് റഷ്യൻ എണ്ണയ്ക്ക് പുതിയ ഓർഡറുകളുമായി രംഗത്ത് വന്നത്. ഇതിലൂടെ ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയാണ്. ട്രംപിന്റെ ഭീഷണികളെയൊക്കെ തച്ചുടച്ച് തുടക്കം മുതൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ. നിലവിൽ സാഹചര്യങ്ങളെല്ലാം യുഎസിന് തിരിച്ചടിയായിട്ട് വരികയാണ്. പല സാമ്പത്തിക നയതന്ത്രജ്ഞ വിദഗ്ധരും ട്രംപിനെ കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അമേരിക്ക ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയതോടെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കമ്പനികൾ കുറച്ചിരുന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ കമ്പനികൾ വീണ്ടും റഷ്യൻ എണ്ണ വാങ്ങി തുടങ്ങിയിരിക്കുന്നത്. റഷ്യയുടെ എണ്ണ വിലയിലെ ഇളവ് കുറഞ്ഞതും ജൂലൈയിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യൻ കമ്പനികളെ പ്രേരിപ്പിച്ചിരുന്നു. ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചപ്പോൾ ചൈന കൂടുതലായി വാങ്ങാൻ രംഗത്ത് വന്നിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യക്ക് മേൽ ഓഗസ്റ്റ് 27 മുതൽ 25% പിഴത്തീരുവ ചുമത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് നിലനിൽക്കെയാണ് ഇന്ത്യൻ പൊതുമേഖലാ കമ്പനികൾ കൂടുതൽ എണ്ണ വാങ്ങാൻ രംഗത്ത് വന്നിരിക്കുന്നത്. വിപണിയിലെ വിലയും സാഹചര്യവും നോക്കി റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങാൻ സന്നദ്ധമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ റഷ്യ സന്നദ്ധതയെ അറിയിച്ചിട്ടുണ്ട്. എണ്ണയുടെ പേരിൽ യുഎസ് വിപണിയിൽ പ്രവേശിക്കാൻ ഇന്ത്യക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാമെന്ന് റഷ്യൻ നയതന്ത്ര പ്രതിനിധി റോമൻ ബാബുഷ്കിൻ വ്യക്തമാക്കി. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് ഏകപക്ഷീയമായി നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് നീതീകരിക്കാനാവില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഉപരോധങ്ങൾ അത് ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾക്കു തന്നെയാകും തിരിച്ചടിയാകുക. ഇന്ത്യ വലിയ വെല്ലുവിളി നേരിടുന്ന സാഹചര്യമാണിത്. എന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിശ്വസിക്കുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഊർജ്ജ സഹകരണം തുടരും. ഇതിൽ വിദേശ സമ്മർദ്ദം വിലപ്പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യക്ക് മേൽ തീരുവ കൊണ്ടുവന്നതെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിന ലിവിറ്റിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് റഷ്യയുടെ പ്രതികരണം ശ്രദ്ധേയമായത്. അതുപോലെ വ്യാപാര കമ്മി കുറച്ചു കൊണ്ടുവരാൻ നടപടി ഉണ്ടാകുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ എംബസിയും ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യക്ക് ഊർജ്ജോൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നത് തുടരും. ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കുന്നത് തടസ്സം കൂടാതെ തുടരാനുള്ള നടപടികൾ സജ്ജമായതായും റഷ്യൻ എംബസി സൂചിപ്പിച്ചു. അതേസമയം മോസ്കോയുടെയും ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒരാളായിരുന്നിട്ടും റഷ്യൻ എണ്ണ വാങ്ങലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെട്ട ചൈനയെ പോലെ ഒരു എതിരാളിയല്ലാത്തതിനാൽ ഇന്ത്യയെ വിലമതിക്കപ്പെടുന്ന സ്വതന്ത്ര ജനാധിപത്യ പങ്കാളിയെ പോലെ പരിഗണിക്കണമെന്ന് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ സഹപ്രവർത്തകൻ അഭിപ്രായപ്പെട്ടു. റഷ്യൻ എണ്ണ വ്യാപാരത്തിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ശിക്ഷാ തീരുവ ചുമത്തുന്നതിനിടെ വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം തകർച്ചയുടെ വക്കീലെത്തിയിരിക്കുകയാണെന്നും ചൈനയുടെ വരുന്ന ആഗോള അഭിലാഷങ്ങളെ നിയന്ത്രിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെങ്കിൽ ബന്ധം പുനഃസ്ഥാപിക്കേണ്ടത് നിർണായകമാണെന്നും ഐക്യരാഷ്ട്രസഭയിലെ മുൻ യുഎസ് അംബാസഡർ നിക്കി ഹാലി മുന്നറിയിപ്പും നൽകി. ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇതിനകം ചുമത്തിയ 25% തീരുവയ്ക്ക് പുറമെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് 25% തീരുവയും ഏർപ്പെടുത്തി. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചകളിൽ അമേരിക്കയുടെ പങ്ക് അംഗീകരിക്കാൻ ന്യൂഡൽഹി വിസമ്മതിച്ചതുൾപ്പെടെ മാസങ്ങളായി വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കത്തെ തുടർന്നാണ് ഈ സംഭവ വികാസങ്ങൾ. ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചൈനയെ മറികടക്കുക, ശക്തിയിലൂടെ സമാധാനം കൈവരിക്കുക, യുഎസ് ഇന്ത്യ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനമാണ് കുറച്ച് ലക്ഷ്യങ്ങളെന്നും അവർ എഴുതുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.